ബന്ധു നിയമന കേസിൽ മുൻമന്ത്രി ഇ.പി. ജയരാജനെതിരെ അന്വേഷണം തുടരാൻ കോടതിയുടെ അനുമതി. ജയരാജനെ ഒന്നാം പ്രതിയാക്കിയുള്ള എഫ്ഐആർ കോടതി സ്വീകരിച്ചു. ബന്ധു നിയമന കേസിൽ മുൻമന്ത്രി ഇ.പി. ജയരാജൻ ഉൾപ്പെടെ 3 പേരെ പ്രതിയേർത്ത വിജിലൻസ് എഫ്ഐആറാണ് തിരുവനന്തപുരം വിജിലൻസ് പ്രത്യേക കോടതി ഇന്ന് പരിഗണിച്ചത്. എഫ്ഐആർ സ്വീകരിച്ച കോടതി കേസിൽ വിശദമായ അന്വേഷണം വേണമെന്ന വിജിലൻസിന്റെ ആവശ്യം അംഗീകരിച്ചു. ത്വരിത പരിശോധന പൂർത്തിയാക്കി കേസെടുക്കാൻ കൂടുതൽ സമയം വേണ്ടിവന്നതിനാൽ തുടരന്വേഷണം വേഗത്തിൽ പൂർത്തിയാക്കാനാണ് വിജിലൻസ് നീക്കം. തിരുവനന്തപുരത്തെ വിജിലൻസ് പ്രത്യേക യൂണിറ്റ് 2 SP കെ ജയകുമാറിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടത്തുന്നത്. ജയരാജനെ കൂടാതെ പ്രതികളായ പി.കെ. ശ്രീമതിയുടെ മകൻ പി.കെ. സുധീർ നമ്പ്യാർ, അഡീഷണൽ ചീഫ് സെക്രട്ടറി പോൾ ആന്റണി എന്നിവർക്കെതിരെയും അന്വേഷണമുണ്ട്. ബന്ധു നിയമനത്തിന് ജയരാജനും മറ്റ് പ്രതികളും ഗൂഢാലോചന നടത്തിയെന്നും വിജിലൻസ് കണ്ടെത്തലുണ്ട്. വിശദമായ അന്വേഷണം നടക്കുന്ന വേളയിൽ മറ്റ് നിയമനങ്ങളെക്കുറിച്ചും വിജിലൻസ് പരിശോധന നടത്തും. ജയരാജനെതിരെ കേസെടുത്ത സാഹചര്യത്തിൽ ബന്ധു നിയമന കേസിലെ പരാതി കോടതി തീർപ്പാക്കി. അതേസമയം കേസിലെ പ്രതിയായ അഡീഷണൽ ചീഫ് സെക്രട്ടറി പോൾ ആന്റണിക്കെതിരെ വിജിലൻസ് ഉടൻ നടപടിക്ക് ശുപാർശ ചെയ്തേക്കും. പോൾ ആന്റണിക്കെതിരെ നടപടിയുണ്ടാകുമോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനോട് ചീഫ് സെക്രട്ടറി എസ്.എം. വിജയാനന്ദ് പ്രതികരിച്ചില്ല. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. ബന്ധു നിയമന വിവാദത്തിൽ നിന്ന് മുഖ്യമന്ത്രിക്ക് ഒഴിഞ്ഞുമാറാൻ കഴിയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ഫയൽ മുഖ്യമന്ത്രി കാണണമെന്ന് വ്യവസായ വകുപ്പ് സെക്രട്ടറി പോൾ ആന്റണി എഴുതിയിരുന്നു. മുഖ്യമന്ത്രിയുടെ പങ്കന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് വിജിലൻസിന് കത്ത് നൽകാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും രമേശ് ചെന്നിത്തല കൊച്ചിയിൽ പറഞ്ഞു. ജയരാജൻ എഴുതിയ കത്തിനകത്ത് വ്യവസായ വകുപ്പ് സെക്രട്ടറി പോൾ ആന്റണി എഴുതിയിട്ടുള്ളത് ഈ ഫയല് മുഖ്യമന്ത്രിയെ കൂടി കാണിക്കണം എന്നുള്ളതാണ്. ഇൻഡസ്ട്രീസ് മിനിസ്റ്റർ മുഖേന മുഖ്യമന്ത്രി ഈ ഫയല് കാണണമെന്ന് എഴുതിയാൽ മുഖ്യമന്ത്രി അത് കണ്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിൻ്റെ അർത്ഥം ബന്ധു നിയമനത്തിൽ മുഖ്യമന്ത്രി വിവരങ്ങൾ അറിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. മുഖ്യമന്ത്രിക്ക് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. മുഖ്യമന്ത്രി ഒന്നാമൻ അറിയാതെ രണ്ടാമൻ ഇത്തരം കാര്യങ്ങൾ ചെയ്യില്ല. ജയരാജന്റെ പേരിൽ മാത്രം കേസെടുത്തത് കൊണ്ടാകുന്നില്ല. മുഖ്യമന്ത്രിയുടെ പങ്ക് കൂടി അന്വേഷിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ കത്ത് വിജിലൻസിൽ നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ദേശാഭിമാനി മുൻ പ്രസിഡന്റ് എഡിറ്റർ ശ്രീ SRS ശക്തിധരൻ, കോൺഗ്രസ് നേതാവ് ശ്രീ ജോസഫ് വാഴക്കൻ, മാധ്യമപ്രവർത്തകരായ ശ്രീ കെ.ജെ. ജേക്കബ്, ശ്രീ റോയ് മാത്യു എന്നിവരാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്.